നേരത്തെ അറിയാം, ഞാൻ ചെയ്യായിരുന്ന കേട്ടോ. ആ അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഈ രണ്ടെണ്ണം യൂട്യൂബിന് ആ പ്രശ്നമില്ല. പക്ഷെ ഇൻസ്റ്റാ ഫേസ്ബുക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സോഷ്യൽ മീഡിയ മനസ്സിലായില്ലേ, ഇതിനകത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് കരുതുക. അത് കൂടുതലും ഈ യൂത്താണ് ഇതിനകത്തുള്ളത്. പിന്നെ പോരാത്തിന് ഇച്ചിരി സോഷ്യലി ആക്റ്റീവായുള്ള മിഡിൽ ഏജും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അതിനകത്ത് ഒരുപാട് പ്രോഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്, എല്ലാവരും വന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഒരു 200 കോടി അല്ല 200 കോടി ആൾക്കാരല്ല, അതിനകത്ത് ഒരു 200 കോടി ആൾക്കാർ ചിലപ്പോൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയും പോലത്തെ ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിനകത്ത് എന്തുകൊണ്ടിട്ടാലും, അത് ഇംഗ്ലീഷിൽ എന്ത് ടൈപ്പ് ചെയ്തിട്ടാലും അത് തന്നെ ചിലപ്പോൾ ഒരു 10 ലക്ഷം പേരൊക്കെ എടുത്ത് കണ്ടെന്നിരിക്കാം, അത് സ്റ്റാറ്റസ് ഇട്ടെന്നിരിക്കാം, ഷെയർ ചെയ്തെന്നിരിക്കാം. പക്ഷെ ഇതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി, ഫിലോസഫി, പിന്നെ ഓരോരോ പലതും നടന്ന സംഭവങ്ങളാണ്, അതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കുറെ ന്യൂസ് പോലത്തെ സാധനങ്ങൾ. പിന്നെ AI എന്റർടൈൻമെന്റ് ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, ഈ പറഞ്ഞ പോലത്തെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അഡ്വർടൈസ്മെന്റ് ആണ് മെയിൻ. പിന്നെ വരുന്നത് എന്തുവാ, നേച്ചർ, സിനിമ, പാട്ട്, റീല്. അതും റീൽ എന്തെല്ലാം തരം റീലാ, ഇങ്ങനെ എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ നമ്മൾ നമ്മുടെ ഫീഡ് ശ്രദ്ധിക്കണം. നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫീഡ് ഒന്ന് സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ വരുവാണ്. പക്ഷെ ഇപ്പൊ അതങ്ങനല്ല. അതിന്റെ അൽഗോരിതം നമ്മുടെ ഒരു മൂഡ് അനുസരിച്ചിട്ട് നമ്മൾ ചില സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇവിടെയുള്ള മനുഷ്യർ മുഴുവൻ റിയൽ ആയിട്ട് അവരുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ പോസ്റ്റ് ഇടും, ഫീലിങ്സ് ആഡ് ഇടും. അതുകൂടാതെ ഇതിനകത്ത് ഇപ്പൊ വേറെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഫോൺ കേൾക്കുന്നുണ്ട്, അത് ഓൺ ആയിരുന്നാൽ മതി. ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു മുറിയിൽ ഇരുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക, അതിന്റെ ആഡ് അടുത്ത നിമിഷം നമ്മുടെ കിട്ടും. ഒരു 3-4 കൂട്ടുകാർ കൂടി ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നടനെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ അത് വരും. അതിന് അത്രയും വരത്തില്ല. പക്ഷേ എങ്കിൽ പോലും പ്രോഡക്ട്സ്, ഇതിനകത്ത് വരുന്ന പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്റെ റൂമിൽ വന്ന ഒരാൾ ഗ്ലൂട്ടാത്തോൺ 2 പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം വൈകിട്ട് പിറ്റേ ദിവസത്തെ എനിക്ക് ഗ്ലൂട്ടാത്തോൺ ആഡ് വരാൻ തുടങ്ങി. ഞാൻ ജിമ്മിൽ പോയി ഫോട്ടോ ഇട്ടു. അത് ഫോട്ടോ ഇട്ട കേസ് പിന്നെ അതിന് മനസ്സിലാവുന്ന കരുതാം ജിം പ്രോഡക്ട്സ് വരാൻ തുടങ്ങി. ഉള്ള മൾട്ടിവിറ്റമിൻ അല്ല പ്രോട്ടീൻ പൗഡർ, മറ്റേ ക്രിയാറ്റിൻ, ഇത് ഗ്ലൂട്ടാമിൻ, എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ അമിനോ ആസിഡ് സപ്ലിമെന്റ്സ്, ഫുഡ് സപ്ലിമെന്റ്സ്, ഈ പറഞ്ഞ പോലെ മാഗ്നീഷ്യം, സോഡിയം, പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രോഡക്ട്സ് വരുവാ. അതിനിടയ്ക്ക് എനിക്ക് മൂഡ് മോശമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വിറ്റമിൻ ഡിയുടെ കുറവുണ്ടാകും. അപ്പൊ ഞാൻ വിറ്റമിൻ ഡിയുടെ കാര്യം ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വിറ്റമിൻ ഡി പോരാത്തതിന് ഉറങ്ങാനായിട്ട് ഇന്ന സാധനം മതി. ഞാൻ എന്താ ആ സാധനം ഏതാണത് നമ്മൾ മേടിച്ച് മെലറ്റോണിൻ എടുത്തിട്ട് പ്രോഡക്റ്റ് വന്ന് കാണിച്ചെന്നെ. ഞാൻ അത് മേടിച്ച് നാക്കെ വെച്ച് അങ്ങനെ ഉറക്കം തുടക്കം ഒന്ന് ഇച്ചിരി കിട്ടുന്നുണ്ടെങ്കിലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അത് കൂടാതെ സ്ട്രെസ് കുറയ്ക്കാനാണ്, നിങ്ങളുടെ ഡിപ്രഷൻ കുറയ്ക്കും, നിങ്ങൾക്ക് ഉറക്കം നല്ലപോലെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ CBD ഓയിലിന്റെ ഒക്കെ കണ്ടന്റ് പിന്നെ അതുകൂടാതെ ഇപ്പൊ കാനിബസ് ലീഗൽ ആണെന്ന് പറഞ്ഞുകൊണ്ടും കനവേദിക്ക് ആയുഷിന്റെ എന്തോ പ്രോഡക്ട്സ് ഒക്കെ വരാൻ തുടങ്ങി. 4 തുള്ളി ഇട്ടാൽ മതി. അതെന്തോ സാധനം എന്ന് വെച്ചാൽ ഇതാണ്. അതിലും വേറെ കഞ്ചാവ് മേടിച്ച് വലിക്കുന്നതായിരിക്കും. ഇതേ പ്രോഡക്റ്റ് തന്നെ ഗമ്മി വരാൻ തുടങ്ങി, ഫുള്ളി ലീഗൽ ഇൻ ഇന്ത്യ. ഇവിടെ ഇപ്പം രമേശ് ചെന്നിത്തല ടീം കൂടി ഇരുന്നുകൊണ്ട് ഡ്രഗ് പിടിക്കാൻ പോകുന്നത്, കഞ്ചാവിന് പിടിക്കരുത് കേട്ടോ, അത് ലീഗലാണ് ഇന്ത്യയിൽ. അതിങ്ങനെ മഷ്റൂമിന്റെ എക്സ്ട്രാക്ട് വരുന്നുണ്ട്, മഷ്റൂം ഇല്ലീഗൽ അല്ലെന്ന് പറഞ്ഞു ഏതോ ഒരു കോടതി. അപ്പൊ ഇതിവിടെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഞാൻ മേടിച്ചു നോക്കി, ഇതിട്ടിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന്. മനസ്സിലായോ? ചുമ്മാ ട്രൈ ചെയ്താ, പക്ഷെ സംഭവം കൊള്ളത്തില്ല, അത് വലിയ രസമില്ല. അതിലും വേറെ ഞാൻ നോക്കിയിട്ട് സ്മോക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പൊ സ്മോക്ക് ചെയ്യാത്തതുകൊണ്ട് അതും ഇല്ല. അപ്പൊ ഇതിങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മാനസിക നില അനുസരിച്ച് കണ്ടന്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ കൂടുതലും പറ്റിയേക്കുന്നത് പിന്നെ വേറെ സാധനം തന്നെ മനുഷ്യരുടെ റിലേഷൻഷിപ്സ്. ഇപ്പൊ പേരൻസ്, പാർട്ട്ണർ, വൈഫ്, ലവേഴ്സ്, എന്ത് സീനാണേലും ഇതിനകത്തോട്ട് ഈ സാധനം ചെന്ന് കയറും. അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഇവർ അതിനനുസരിച്ച് ടൈപ്പ് ചെയ്യും, സെർച്ച് ചെയ്യും. ഉടൻ തന്നെ 2 രീതിയിൽ സാധനം വരാം. പക്ഷെ നമുക്ക് അവർ ഇതിന്റെ നമ്മുടെ ആ ആളുടെയൊക്കെ ചാറ്റ് ഇതൊക്കെ തമ്മിലുള്ള സാധനങ്ങളൊക്കെ ഈ സാധനം അനലൈസ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇതിന്റെ ഒരു പോക്ക് അവർക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഇതിന്റെ നമ്മൾ ഈ ChatGPT വന്ന് സെർച്ച് ചെയ്തോണ്ട് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽ പറയുന്ന പോലെ ഓരോ ആപ്പിന്റെയും കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും പോലെ ഇരിക്കും. ഈ ഇൻസ്റ്റയ്ക്ക് തന്നെ ആ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഓർത്ത് നോക്ക്. അതെന്തെല്ലാം നമ്മുടെ കൃത്യമായിട്ട് നമുക്ക് ഈ സാധനം കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് 3 ഒറ്റ കമ്പനിയാണ്. നമ്മൾ അയക്കുന്നതും തൊടുന്നതും പറയുന്നതും എല്ലാം ഇത് കേട്ടിട്ട് അതിനനുസരിച്ച് സാധനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു റിയൽ അല്ലാത്ത രീതിയിൽ, നമ്മളൊന്നും അത്ര റിയൽ അല്ല ഈ സാധനത്തിനകത്ത്. മനസ്സിലായി? കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ല വേറെ എന്തെങ്കിലും പറയാലോ, അലമ്പ് വർത്താനൊക്കെ പറയും. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ഫീഡ് വന്നപ്പോൾ ഞാൻ ഇപ്പൊ ഇതെന്താ എന്നോട് ഇതൊക്കെ പറയുന്നേ. പിന്നെ ഞാൻ നോക്കിയപ്പോ കുറെ ആളുകളുടെ പോസ്റ്റുകള്, സ്ത്രീകള്, പുരുഷന്മാർ ഇത്രയും പെട്ടിട്ടില്ല ഇതിനകത്ത്, പെണ്ണുങ്ങളെ പിടിച്ചേക്കുന്നത്. അതുങ്ങള് ഓരോ തരം പോസ്റ്റ് ഷെയർ ചെയ്യുവാണ്. ഈ ലോൺലി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന തരത്തിലുള്ള കുറെ പോസ്റ്റ് ഉണ്ട്. അവരുടെ അതിനകത്ത് അവർ ഷെയർ ചെയ്താണ് മനുഷ്യന്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് 4 പേരുമായിട്ട് കണക്ട് ആവത്തുള്ളൂ, ഇതെന്തോ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്താണെന്നൊക്കെ പറയുന്നത് ഒരു കണ്ടന്റ്. അപ്പൊ ഞാൻ നിങ്ങൾ ഇതൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്നത് ഇതൊരു ശരിയായ നടപടിയല്ലോ. നെർവസ് സിസ്റ്റം അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കത്തില്ല. എന്തോരോ ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എത്രയോ മനുഷ്യർ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് പിടിക്കുന്നു. അത് ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് വേറെ ആയിരിക്കും. നമ്മൾ അങ്ങ് പൊളിയാണ്, നമ്മൾ നേച്ചറാണ്, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വൈഡായിട്ട് കണക്ട് ആവണം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് വേറെ ഒരെണ്ണം ഒരേ സ്ഥലത്ത് ഒരേ ഫോട്ടോയിൽ തന്നെ 2 എണ്ണം ഒക്കെ വരാൻ തുടങ്ങി. അത് ഞാൻ ഓർക്കുന്നുണ്ടോ? അത്
ഇവിടെ ഉള്ളവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല, പ്രത്യേകിച്ച് പെണ്ണെ തൊട്ട് മനസ്സിലാകത്തില്ല. കാരണം ഇവർക്ക് റിയൽ ലൈഫ് എക്സ്പോഷർ കുറവാ, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കുറവാ. അപ്പൊ എന്താ പറ്റുക വെച്ചാൽ പലതും ചിന്തിക്കാനുള്ള ശേഷി വ്യത്യാസമുണ്ട്. ഇവർ പറയുമ്പോൾ ഇവർ ആലോചിക്കുന്ന അയ്യോ ശരിയാണോ ഇനി ലോജിക്കൽ അത് കിട്ടത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ലോ ഇവിടെ അത്ര എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ നാട്ടിലെ എക്സ്പോഷർ വേറെ. ഇപ്പൊ പല രാജ്യങ്ങളിലുള്ള പെണ്ണുങ്ങളെ പോലും നല്ല നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ. അപ്പൊ അതുകൊണ്ട് ശരിയാണ്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ ഈസിയാ പറ്റിക്കാൻ ഇവരെ. അപ്പോൾ ഈ ഇൻസ്റ്റയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. ഉടുപ്പിന്റെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. ചില പെമ്പിളോട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തോ നിങ്ങളുടെ ഇൻസ്റ്റയിൽ നിങ്ങൾ കാണുന്നത് ഫാഷൻ, അതല്ലാതെ ഒന്നും ഇവർ കണ്ടിട്ടില്ല. അതായതുള്ള ലിപ്സ്റ്റിക് എല്ലാം തേക്കും, പൊടിയെല്ലാം വാരി തേക്കും, കുറെ ഉടുപ്പ് മേടിച്ച് കൂട്ടും, ബാഗ് മേടിച്ച് കൂട്ടും, ക്യൂടെക്സ് മേടിച്ച് കൂട്ടും, ഹെയറിനത് ചെയ്യും, കണ്ണത് ചെയ്യും, ചെവിക്കത് ചെയ്യും, ഓർണമെന്റ്സ് കയറി വരും, ഡ്രസ്സ് കയറി വരും. മനസ്സിലായോ? ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇവരുടെ തല നിറക്കിക്കൊണ്ടുണ്ട്. പിന്നെ കുറെ സിനിമാക്കാരുണ്ട്, സിനിമ സെർച്ച് ചെയ്ത് ഞങ്ങൾ സിനിമയുടെ കണ്ടന്റ് വന്നുകൊണ്ടേയിരിക്കും. എല്ലാം നോക്കിക്കോ, നിങ്ങൾ ഇതിനകത്ത് ഏത് കൂട്ടത്തിൽപ്പെടുന്നുള്ളത് നിങ്ങളുടെ ഇൻസ്റ്റാ ഫീഡ് കണ്ടാൽ അറിയാം, ഫേസ്ബുക്ക് ഫീഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ കാണരുത്, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ ഇതിനെ ഒന്ന് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഫാഷൻ വേണം, അങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കരുത്. എന്താ ചുമ്മാ സെർച്ച് ചെയ്താൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മാറും. നമ്മൾ സെർച്ച് ചെയ്താൽ പിന്നെ തന്നെ വരും, ഫീഡ് മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കയറി നോക്കേണ്ടത് എന്റർടൈൻമെന്റിന് എന്ത് വേണം. എന്തെങ്കിലും ആഡ് കണ്ടാൽ നമ്മൾ മേടിക്കണോ വേണ്ടയോ? ആ ആഡ് കാണുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, അത് ഇൻസ്റ്റ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് മേടിക്കരുത്. ചിലപ്പോൾ വേറെ സാധനം വരും. ഞാൻ ഒരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വന്നത് ക്യൂടെക്സ്. എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ വരെ പറയും ഇൻസ്റ്റ എന്നാണ് മേടിച്ചെങ്കിൽ നിങ്ങൾ വേണം തിരിച്ചു കൊടുത്തോ, ക്യാൻസൽ ചെയ്തോ, ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ പ്രോഡക്റ്റ് കണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാർജർ കണ്ടു, ഇവിടെ ഇങ്ങനെ സൈഡിൽ കുത്തി വെച്ച് വേണം നമുക്ക് വർക്ക് ചെയ്യാൻ ചാർജർ. ഞാൻ എന്ത് ചെയ്യും, നേരെ ആമസോണിൽ ചെല്ലും. എന്നിട്ട് ആമസോണിൽ ചെന്നിട്ട് അത് ഓർഡർ ചെയ്യും. മനസ്സിലായി? സെയിം പ്രോഡക്റ്റ് അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ ചെന്ന് ഈ വേറൊരു വെബ്സൈറ്റിൽ ചെല്ലും, ആ വെബ്സൈറ്റ് ലിങ്കിൽ ചെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ സാധനം ഓർഡർ ചെയ്ത വേറെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒത്തിരി പേർക്ക് പറ്റും. എനിക്ക് 2 പ്രാവശ്യം പറ്റിയെന്നേ. എനിക്ക് എല്ലാ അറിവുള്ള ആളല്ലേ സാർ. അയ്യോ എനിക്ക് നല്ല അറിവായിരുന്നു, പക്ഷെ ഞാൻ ചുമ്മാ ചെയ്യുമെന്ന്. എന്റെ അറിവ് ഭയങ്കരമായതുകൊണ്ടേ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്സാക്കും. മനസ്സിലായില്ലേ? ഇതറിയാമെങ്കിലും നമുക്ക് ഒത്തിരി അറിയത്തില്ലടോ. മനസ്സിലായോ? ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ ഒരു 100-500 രൂപയുടെ സാധനമാണ്. അല്ലല്ല, തെറ്റിയതല്ലത്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ കുറച്ചൊക്കെ അറിയാവുന്ന നിങ്ങളെപ്പോൾ ഉള്ളവർക്ക് ദൈവം അങ്ങനെ ആയിപ്പോയി. ഞാൻ ദൈവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം ആകാൻ തീരുമാനം ചെയ്യാൻ അങ്ങനെ ഇലക്ഷൻ എന്നത് പോയി. പാട്ടൊക്കെ കേട്ടില്ല നിന്റെ ഭയങ്കര പവർഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ നമ്മളെന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാനസിക നിലയാണ് ഇപ്പൊ കൂടുതലും പിടിച്ചേക്കുന്നത്. പിന്നെ ഈ സൈക്കോളജിക്കൽ സാധനങ്ങൾ കുറെ എണ്ണം വരും. സൈക്കോളജി റിലേറ്റഡ് പോസ്റ്റുകൾ നോക്കിയിട്ട് ടൂ മച്ച് സൈക്കോളജി കാരണം ഇപ്പൊ ഭയങ്കര ദുരന്തമായേക്കുക. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം പ്രശ്നമായി ഇവർക്ക് തമ്മിൽ. ഒരാളെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ കുറെ സൈക്കോളജിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏക്കും പോക്കും അറിയാത്ത കുറെ പെണ്ണുങ്ങൾ, ഈ ഹൗസ് വൈഫ്സ് ഒരു PhD കോഴ്സ് എടുത്തിട്ട് ഉള്ളവരെല്ലാം പിടിച്ച് ഓൺലൈനിൽ ഇരുന്ന് ഇങ്ങനെ മൈക്കും ഫിറ്റ് ചെയ്ത് കുറെ ലൈറ്റ് വിട്ട് ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക കുറെ എണ്ണം. എന്നിട്ട് കൊണാന്ന് എന്തെങ്കിലും പറയും. ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് റിലേറ്റ് ചെയ്യുന്ന പോലെ തോന്നും, അയ്യോ ഞാൻ ഇങ്ങനെയാണോ, എനിക്ക് ഇതാണോ പറ്റിയത് എന്നറിയാനായിട്ട് ഇവർ ചോദിക്കും എത്രയാ ചേച്ചി? ഒന്ന് പറയും 2000 രൂപ, 3000 രൂപ, 5000 രൂപ, 10000 രൂപ ഉള്ളവരുണ്ട്. സെറ്റപ്പ് അനുസരിച്ചാ. കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നവരാണ് വില കൂടും. സോ മലയാളത്തിൽ മാത്രം സംസാരിക്കണം. ചിലപ്പോൾ വില കുറഞ്ഞിരിക്കും. വില കുറഞ്ഞ ചീപ്പ് സാധനങ്ങൾ ഇവിടെയൊക്കെ തന്നെ കുറെ എണ്ണം നടപ്പുണ്ട്. അത് നാട്ടിൽ തന്നെ ഉള്ളവരൊക്കെ തന്നെ എനിക്കറിയാം. ഇവരൊക്കെ പകുതി എണ്ണം വേസ്റ്റ് ആണ്. ഇവർക്ക് തന്നെ അവരുടെ ജീവിതം വളരെ ദുരന്തവും ദുരിതപൂർണമായ ഒരു സന്തോഷവും ഇല്ലാത്ത മൊരഞ്ഞു പോയ ടീംസ് ആണ് ഇതിനകത്ത് ഇറങ്ങിയത്. അതായത് ഇവരെ പറ്റി പഠിക്കാനായത് തുടങ്ങിയത്. ഞാനും പണ്ട് ഇങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ 2005 ഞാൻ സൈക്കോളജി ടെക്സ്റ്റ് ഞാൻ പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് യൂണിവേഴ്സിറ്റി ഏതാണ് ITFA യൂണിവേഴ്സിറ്റിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു PG. അന്ന് ഞാൻ ഇത് എടുത്തിരുന്നെങ്കിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അന്നേ സൈക്കോളജി, എനിക്ക് അന്നേ ഈ ടോപ്പിക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും അതിന് മുമ്പേ തൊട്ടേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇത് പഠിക്കാൻ നോക്കി. പക്ഷെ ഞാൻ പഠിച്ച് പാസ്സായില്ല. അന്നേ ഈ ടൈപ്പ് സാധനങ്ങൾ നോക്കുന്നുണ്ട്, മനുഷ്യനെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് പലരുടെ സൈക്കോളജിക്കൽ സൈക്കാട്രിക് ഇഷ്യൂസ് കണ്ടാൽ മനസ്സിലാവും ഇവർക്ക് ഇത് കുഴപ്പമുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഇവരങ്ങനെയല്ല. മനസ്സിലായി? ഇവർക്ക് ഇൻട്രസ്റ്റ് അല്ല എന്ന്. ഇവർക്ക് ഇതൊരു ട്രെൻഡ് വന്ന് കയറി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചുമ്മാ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്തിരുന്നാൽ അത് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ യൂട്യൂബിൽ കൊറോണ സമയത്ത് കൂടുതൽ സംഭവിച്ചത്. യൂട്യൂബിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ ബ്ലോഗർമാരും ഈ മറ്റേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നില്ലേ, എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലേ. അതുപോലെ തുടങ്ങിയ ഒരു കോഴ്സാണ്. ഇതൊരു ട്രെൻഡ് പോലെ വന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ സംഭവങ്ങൾ പലതും ക്രോമയാന്ന് പറഞ്ഞിരിക്കുന്നൊന്നും അതല്ല. മനസ്സിലായി? അതിനകത്തൊന്നും ഇറങ്ങാനും പലർക്കും പറ്റിയിട്ടില്ല. പലരും കൺവിൻസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എന്നെക്കാൾ ഐക്യു കുറഞ്ഞ ഒരാളെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് എന്നെക്കാൾ ഐക്യു കൂടിയ ഒരാളോ അല്ലെ ഈക്യു കൂടിയ ഒരാളെയോ ഒരു തരത്തിലും കൺവിൻസ് ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റുമെന്ന് വിചാരിക്കേണ്ട. അത് കൺവിൻസിങ് ആയിരിക്കത്തില്ല. അയാളെ കേട്ടിട്ട് ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോയതായിരിക്കും. മനസ്സിലായോ? അയാൾ നമ്മുടെ നിവർത്തിയോട് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലെന്നേ ഉണ്ടാകത്തുള്ളൂ. കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോകത്തുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾ പോയിരുന്നു, അയാൾ നിങ്ങളെ കൺവിൻസ് ചെയ്തു, നിങ്ങൾ അയാൾ പറയാനൊക്കെ വിശ്വസിച്ചു. ഇതുവരെ കിട്ടാത്തൊരു അറിവായതുകൊണ്ട് അതിനകത്തൊരു ഹാപ്പിനെസ് കിട്ടുമെന്നുള്ളതല്ലാതെ കുറച്ച് നാൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും. ചിലപ്പോൾ ഇവർ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം,
ആദ്യമേ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം കാണേണ്ടത് സൈക്കാട്രിസ്റ്റാണ്. ഞാൻ നേരത്തെ തിരിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നത് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണാമെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയല്ല വേണ്ടത്. സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്. ആ ഡോക്ടർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. നിങ്ങൾക്ക് സൈക്കാട്രിക് ഇഷ്യൂ ആണ് അയാൾ മരുന്ന് തരും, അല്ലെങ്കിൽ സൈക്കോളജിക്കലാണ് അവർ നേരെ ഒരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യും. എല്ലാ ആശുപത്രികളിലും അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന നല്ല സൈക്കോളജിസ്റ്റുകളാണ്. ഡോക്ടർക്ക് അറിയാൻ കുറച്ച് ബെറ്റർ ആയിട്ട് ആരാ നല്ല സൈക്കോളജിസ്റ്റ് എന്നും സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. മനസ്സിലായില്ല? ക്ലിനിക്കൽ സൈക്കാട്രി എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. ഈ PhD എടുത്തവരല്ല വേണ്ടത്. പിന്നെ PhD എടുത്തവരാണെങ്കിലും നല്ലപോലെ റിസർച്ച് ചെയ്യുന്ന, കാര്യഗൗരവം ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈഫ് എക്സ്പോഷർ എക്സ്പീരിയൻസ് ഉള്ള, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അത് വളരെ ഗുണകരമായിട്ട് വരും. ഒരാൾ ചെന്ന് കയറിയാൽ അയാൾ പറയുന്നത് ചിലപ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ തന്നെ പല ആളുകൾ, എന്റെ പല സുഹൃത്തുക്കൾക്ക് പലരും പല സൈക്കോളജിസ്റ്റും പലതും പറഞ്ഞു കൊടുത്തു. പക്ഷെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമേ ഇല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയും ടഫായിട്ട് അല്ലെ, അത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും ഒരു ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് ഇപ്പൊ അങ്ങ് ജീവിതം മാറ്റാം, അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പൊ അങ്ങ് ശരിയാവുന്ന ഒരിക്കലും നടക്കാത്ത കാര്യം ഇതൊക്കെ. അപ്പൊ നമ്മൾ പറയണം നമ്മൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് എന്താ പ്രശ്നം? ഇപ്പൊ നമുക്ക് എന്തിന്റെ കേടാ ഇതിപ്പോ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ട് എന്ത് കിട്ടാനെന്ന് ചോദിച്ചിടത്ത് പോലും പലർക്കും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വെറുതെ ഇത് കേട്ട് അയ്യേ ഇതിനാണോ പോയെന്ന്. എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ലിസ്ണർ രാജു എന്നൊരു സാധനം ഉണ്ട്, അതിനകത്തോട്ട് ഒരാൾ വിളിക്കുകയാണ്. അയാൾക്ക് കുറെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു, പലയിടത്ത് സൈക്കോളജി കൗൺസിലിംഗ് തെറാപ്പി എല്ലാം എടുത്തിട്ട് ഇവിടെ പ്രശ്നം മനസ്സിലായില്ല. ഞാൻ കുറച്ചേരം സംസാരിച്ച് ഭയങ്കര ഈസി ആയിട്ട് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം തുറന്നങ്ങ് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില്ലായിട്ട്. അവസാനം അയാളുടെ ഞാൻ പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ കാര്യം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റിയ കേസൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അങ്ങനെ പറ്റിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് റിലീഫ് കിട്ടിയിട്ട് അയാൾ പിന്നെ അയാളെ കണ്ടിട്ട് പോലും ഇല്ല. അയാൾ എനിക്ക് 1000 രൂപ തന്നിട്ട് പോയി. ഇയാളെ കുറെ കൊല്ലമായിട്ട് ഇമാരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ സൈക്കോളജി പരിപാടിയായിട്ട് നീങ്ങുന്നവർ ഇതിന്റെ പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പും പിള്ളേർ ഇതിന്റെ ഫീഡ്സ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് മിസറബിൾ ആവും. കൂടുതലും വളരെ സെൽഫിഷ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സെൽഫ് സെന്റേർഡ് ആണെന്ന് പറയും, സെൽഫ് ലവ് ആണെന്ന് പറയും. പക്ഷേ ഇത് ശരിക്കും സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സെൽഫിഷ് ആക്കുന്ന ഒരു തരത്തിലുള്ള പല കണ്ടന്റാണ് ഇവർ ഷെയർ ചെയ്തുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിടത്ത് മൂടി അടഞ്ഞു പോകാനോ അല്ലെ ഒറ്റയ്ക്ക് ഒരു തിരിഞ്ഞ് നടക്കാനോ ഒന്നുള്ള അതിനാണോ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇവിടെ? ഭയങ്കര ഉണ്ടോ? ഇതൊരു കുറച്ച് നാളൊരു റിലീഫ് കിട്ടും. ഞാൻ ഭയങ്കര സ്ട്രോങ് ഡിസിഷൻ എടുത്തു, ഞാൻ എന്റെ ലൈഫിൽ അങ്ങ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇളിച്ചൊക്കെ കാണിച്ചു നടക്കുന്നത്. അതാണ് പ്രശ്നം. അത് അവരങ്ങനത്തെ ഈ എന്തോ എനിക്കറിയത്തില്ല. അത് ഈ തിയറി കൊണ്ട് വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമായിരിക്കും. അത് നല്ലൊരു സന്തോഷമാണ്. മറ്റൊരു മൃഗത്തെ സഹായിച്ചാലും നല്ല സന്തോഷം കിട്ടും. എടോ അത് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെന്റൽ കപ്പാസിറ്റി വേണം. ഈ ഇത്തിരി സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ളവർക്ക് എമ്പതി ഇല്ല. അവർ ഉപദ്രവിക്കാനായിരിക്കും കൂടുതൽ നോക്കുന്നത്. ഒരു പട്ടിയെ തല്ലി കൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൂച്ചയെ കെട്ടി തൂക്കിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവും? അതേസമയം ഇതേപോലെ കുറച്ച് ഇഷ്യൂസ് ഉള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് സൈക്കോളജി അറിയാതെ സൈക്കാട്രി അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെന്ന് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ഡിപ്പെൻസ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ ആണ് ഇതിന്റെ കൺസെപ്റ്റ്, ഐഡിയാസ്. ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഏത് രീതിയിലായിരിക്കും അത് ഒരാൾക്ക് ഗുണകരമാകുന്നത് നോക്കിയാൽ ഒരു ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള രീതിയിൽ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ തന്നെ അയാളുടെ എത്തുന്നില്ലേ? അവരായിരിക്കുമല്ലോ കൺവിൻസ്ഡ് ആവുന്നില്ല, അവരായിരിക്കുമല്ലോ ഹാപ്പി ആവുന്നത് കേട്ടിട്ട്. ഇപ്പൊ എന്നോട് വന്ന് ഇങ്ങനെ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയാം അങ്ങനെ അല്ലല്ലോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കത്തില്ലേ? അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഞാൻ അത് എടുക്കത്തില്ല. അപ്പൊ എന്ത് പറ്റുക? ഈ സാധനം കൂടുതൽ ഇങ്ങനെ മുരഞ്ഞു പോയ ആൾക്കാരുടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ തിയറിയൊക്കെ വളച്ചൊടിച്ച് ഇത് ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നത്. അതൊരു പ്രശ്നമാണ്. അവർ ആ അവസ്ഥ മോശം അവസ്ഥ ഇരിക്കുമ്പോഴേ നിങ്ങൾ ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് അവർ പറയുമ്പോൾ ശരിയാണ്, ഇതെല്ലാം ശരിയാ, ഒന്നും തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇതൊന്നും തെറ്റല്ല ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് തെറ്റൊന്നും അല്ല, പക്ഷേ വൺ മോർ ബെറ്റർ, മനസ്സിലായി, ഫാർ ബെറ്റർ ദാൻ ദിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോഴും അതിന് മുന്നോട്ട് കിടക്കുക. ഇവരിവിടെ കണ്ട് നിൽക്കുക. മനസ്സിലായോ? ഇഷ്ടം പോലെ ഓപ്ഷൻസ്. നമ്മളെന്ത് ഇങ്ങനെ ആവുന്നത്? പിന്നെ അയാൾക്ക് എന്തൊരു മാനസിക പ്രശ്നം വിചാരിക്കുക. അയാൾക്ക് ട്രീറ്റ്മെന്റ് അല്ല വേറെ വഴിയൊന്നും. പഠിച്ചു പോയ പ്രശ്നമാണ്. പഠിച്ചിട്ടല്ലേ ഇത് ചെയ്യേണ്ടത്? പഠിച്ചു പോയുള്ള പ്രശ്നം ഇത്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്? പഠിക്കണമെന്നാണ് പറയുന്നത്. ആസ്വദിക്കാനും അല്ലെങ്കിൽ ഇതിൽ ജീവിക്കാനൊന്നും അല്ല പഠിപ്പിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാനല്ല പഠിപ്പിക്കുന്നത്. അത് എക്സ്പീരിയൻസ് കളയുക, എന്നിട്ട് പഠിച്ചിട്ട് ഇതൊക്കെയാണ് ഇതിന്റെ പേരുകൾ, ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ ഇവിടുത്തെ പേരൻസ്, ഈ പേരന്റിംഗ് എന്ന് പറയും എല്ലാ വീട്ടിലും പ്രശ്നമാണ്. ഒരു വീടുണ്ടോ പ്രശ്നമില്ലാത്തത്? അപ്പൊ ആര് എന്ന് എന്ത് പറഞ്ഞാലും പേരൻസിനെ കുറ്റം പറഞ്ഞാൽ നടക്കത്തില്ലേ? ആരുടെ വീട്ടിലെ പ്രശ്നമില്ല ഞാൻ? അപ്പൊ അത് തെറ്റാത്. അവിടെ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ റീസെന്റ് ആയിട്ടാണ് ഇൻസിഡൻസ് ആണോ ഇതിന്റെ പ്രശ്നം? അങ്ങനെയല്ല. കൊച്ചിലോട്ടെ ഇങ്ങനെയാണ്. അതല്ല, മെമ്മറി ഒന്നും അത്രയൊന്നും എനിക്കില്ല. എനിക്ക് പല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാനൊരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. എനിക്ക് എന്നെ തന്നെ നോക്കി എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പിന്നെ ചെയ്യുന്നത് മാക്സിമം സോഷ്യലൈസ് ചെയ്ത് എന്റെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് ഞാൻ കൂട്ടുകാരെടുത്ത് സമയം കളഞ്ഞ്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഓരോ മലയുടെ മണ്ണയ്ക്ക് കയറി ഇരുന്നിട്ട് ഓരോ ഫോട്ടോ എടുത്ത് എവിടുന്നോ വരുന്ന ഒരു 5 പേരോട് യാത്രയും ചെയ്ത് ഗതികേട്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ചുപേരെ വാച്ച് ചെയ്തുകൊണ്ട് പറയുക, ഭയങ്കര ഗതികേട്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും ഭേദമുണ്ടല്ലോ. സത്യമായിട്ട് ഞാൻ തമാശ പറഞ്ഞില്ല, ഒരുപാട് പേരെ കണ്ടു. എന്നിട്ട് ഞാൻ പല കൂട്ടുകാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരെല്ലാം ഇത് പറയാൻ തുടങ്ങി. കൂടുതലും സ്ത്രീകളെ അഫക്ട് ചെയ്തേക്കുന്നത് ടൂ മച്ച് സൈക്കോളജി. എന്റെ ഫ്രണ്ട് പറയാം, ടൂ മച്ച് സൈക്കോളജി. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ സെൽഫിഷ് ആയിട്ട്, എക്സ്ട്രീം സെൽഫിഷ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് എല്ലാം ഹോർമോണലാണ്, അതുകൊണ്ട് അയാളെ നോക്കേണ്ട കാര്യമില്ല. അതായത് ഒരു പെണ്ണിങ്ങനെ പറ്റി, അത് മറ്റാണ് മറിച്ചാണ് എളുപ്പമാക്കി കളഞ്ഞു.
അതാണോ വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ ഈ പീരിയഡ്സിന്റെ ഇഷ്യൂ വരുമ്പോൾ ആൾക്കാർ മിസ്ബിഹേവ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് എതിർത്തു. മിസ്ബിഹേവിയർ പാടില്ല, എന്ത് കണ്ടീഷനിലും മിസ്ബിഹേവിയർ പാടില്ല. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു കള്ളുടിമാരെ പോലെ കള്ളു കുടിച്ചിട്ട് എടുത്തും പറയാം ഞാൻ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു പറയുന്നത്. ഇതും തമ്മിൽ എന്താ വ്യത്യാസം? പുരുഷന് പീരിയഡ്സ് ഇല്ല, അതുകൊണ്ട് അവൻ കള്ളു കുടിച്ചിട്ട് അവന്റെ വായി തോന്നെല്ലാം പറഞ്ഞു നടക്കുന്നു. സ്ത്രീക്ക് പീരിയഡ്സ് ഉണ്ട്, പീരിയഡ്സിന്റെ സമയത്ത് ഹോർമോൺ ചേഞ്ച് ഉണ്ടായി. ഇത് രണ്ടും എവിടെ? ഈ ഹോർമോൺ തലയിൽ ചെല്ലുന്നു, മദ്യത്തിന്റെ ലഹരി തലയിൽ ചെല്ലുന്നു, ഉടനെ ഇവൻ എന്തോ കുഴഞ്ഞാണ് അവർ പറയാം മറ്റേത് ഇന്റൻഷനലി ചെയ്യുന്നതല്ലേ. അതൊരു ഹോർമോൺ പ്രശ്നമാണ് ഇന്റൻഷനലി ചെയ്യുന്നത്. എന്താ അങ്ങോട്ട് പോകാത്ത? അതൊരു ഹോർമോൺ അല്ല, ഇത് മാത്രം ഹോർമോൺ എന്നൊക്കെ. എടേ ഇത് മിസ്ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? ഒരാൾ ഇടപെടുമ്പോൾ ആ മനുഷ്യനോട് ഇടപെടുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം കൺട്രോൾ ചെയ്ത് ഇടപെടാവും. അല്ലേ പിന്നെ ആ ചെയ്യുന്നതിന് പ്രയോജനം അല്ലേ മിണ്ടായിരിക്കണം. പിന്നെ തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം പിന്നെ അതല്ല ഇതാന്ന് പറയുക, ഇത് സ്ഥിരമായിട്ട് മറ്റുള്ളവർ സഹിക്കണമെന്ന് പറയുക. ഇത് നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഈ ട്രെൻഡിൽപ്പെടുത്തി ഇതേപോലത്തെ ഐറ്റങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി ആൾക്കാരെ തമ്മിൽ ബുദ്ധിമുട്ടിച്ചായിരുന്നു. മനസ്സിലായി? അത് ബെറ്റർ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാകുന്നതിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് മനസ്സിലായോ? ഇവിടെ പറഞ്ഞു തെറ്റിച്ചതും പഠിച്ചതൊക്കെ തെറ്റിപ്പോയെന്ന് അൺലേൺ ചെയ്യാൻ കൂടിപ്പോയിപ്പോ. നമ്മൾക്ക് ആദ്യം അൺലേണിംഗ് എന്ന് പറഞ്ഞിരുന്ന മതത്തെ പറ്റി വെക്കുക. ഇപ്പൊ ഇനി ഇവർക്ക് കിട്ടിയ ഈ സോഷ്യൽ മീഡിയ കിട്ടിയ ഇൻഫർമേഷൻ അൺലേൺ ചെയ്യണം ഇവര്. അപ്പം നടക്കുമല്ലോ ഇവരെ കൊണ്ട്. ഇത് സയന്റിഫിക്കലാണ്, റീസൺ സ്റ്റഡീസ്. ഏതാ? അയ്യോ ചുമ്മാ എഴുതി വിടുന്നുണ്ട് ഇല്ലാത്തതൊക്കെ. നെർവസ് സിസ്റ്റം ഇങ്ങനെയാണ്. എന്ത് നെർവസ് സിസ്റ്റം? ഒരുപാട് വരുന്നുണ്ട്, കള്ള വാർത്തകൾ വരുന്നുണ്ട്, ഒരുപാട് തിയറി ചുമ്മാ പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചു. ജർമ്മൻ സയന്റിസ്റ്റ് പറഞ്ഞത്രേ. ഏത് ജർമ്മൻ സയന്റിസ്റ്റ്? പേരൊന്നുമില്ല, ചുമ്മാ അടിച്ചും വിടുക. പിന്നെ പറയും ഹഗ് ചെയ്തോണ്ടിരുന്ന ഭയങ്കര സുഖമാണ്, നമ്മുടെ ഇതൊക്കെ ടെസ്റ്റോസ്റ്ററോണും ഡോപ്പമിനോട് കയറി തലയിൽ ചെന്നിട്ട് നിങ്ങളുടെ എല്ലാ റിലീഫും കിട്ടുമെന്ന്. ഒന്ന് കെട്ടി ഒരു ദിവസം ഹഗ് ചെയ്താൽ മതി. എന്തൊക്കെയാ ഇവര് പറയുന്നത്? മതി.